പ്രൈസ് ദി ലോർഡ്. വ്യത്യസ്തയിടങ്ങളായിരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും മറ്റ് പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. വലുവനായ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ആഴ്ചയിൽ ദൈവത്തിന്റെ വചനം നമുക്ക് ചിന്തിക്കാം. ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: ജാതികളുടെ ഗലീലയിൽ ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നെടുലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റ് നേരെ ഗലീലയിൽ കാല് ചവിട്ടുമ്പോൾ 750 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പാടിൽ പ്രവചനാത്മാവിൽ ആമോസിന്റെ മകനായിരിക്കുന്ന യെശയ്യാപ്രവാചകൻ എഴുതി വെച്ച ഒരു പ്രവചനം നിവൃത്തിയാകയാ. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണം നെടിനകത്തിരുന്ന ജനം വലിയൊരു വെളിച്ചം കാണുവാനിടയായി. ഒരു ദൈവിക പ്രവചന വാക്യമാണ് ഈ ഞായറാഴ്ചയിൽ നിന്ന് വായിപ്പാനിടയായത്. കർത്താവായ യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷയിൽ കാലെടുത്ത് ചവിട്ടുമ്പോൾ ജാതികളുടെ ഗലീല, സൗഖ്യമില്ലാതെ, വിടുതലില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, അങ്ങനെ ഒരു വല്ലാത്തൊരു മരണഭയത്തിൽ ഇരിക്കുന്ന ജാതിയുടെ ഗലീലയിൽ യേശുക്രിസ്തു ആത്മാവിന്റെ ശക്തിയോടെ കാല് ചവിട്ടുമ്പോൾ ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കാണുവാനിടയായി. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഈ ഞായറാഴ്ച സന്ദേശം ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പ്രിയമുള്ളവരെ, നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആക്കുന്ന ഒരു ദൈവമുണ്ട്. നാം എല്ലാം ഒരു കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്നതിനും സ്നാനപ്പെടുന്നതിനൊക്കെ മുമ്പ് നാം ഇരുട്ടിൽ കിടന്നവരാ. ഇരുട്ടായിരിക്കുന്ന പിശാച് നമ്മെ മൂടിയവരാ. ഒരു വെളിച്ചം കാണാൻ കഴിയാതെ അന്ധതമസിൽ അന്ധകാരത്തിൽ കടന്നവരാ നാം. എന്നാൽ ക്രിസ്തുവാകുന്ന വെളിച്ചം എന്ത് ചെയ്തു? നമ്മെ തേടി വന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിന് മാത്രമേ നമ്മെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഇരുട്ടിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുള്ളൂ. അങ്ങനെങ്കിൽ വർഷങ്ങൾ നാളുകളേറെയായി ഒരു ദൈവിക വെളിച്ചവും നന്മ അനുഗ്രഹവും കാണാൻ കഴിയാതെ മരണം നെടിന്റെ അവസ്ഥയിൽ ഇരുട്ടിന്റെ അനുഭവങ്ങളിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഇരുട്ടിനെ മാറ്റി വലിയ വെളിച്ചം നൽകി തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ഒരു ദൈവമുണ്ട്. നന്മകളെ തടയുന്ന, വിടുതലുകളെ തടയുന്ന, അനുഗ്രഹത്തെ തടയുന്ന, നമ്മെ പ്രശ്നങ്ങളിലും കുരുക്കുകളിലും അല്ലാതെ ആക്കി തീർക്കുന്ന ശത്രുവിന്റെ ഇരുട്ടാകുന്ന ശക്തിയിൽ നിന്ന് ദൈവം നമ്മെ എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. നമ്മെ വെളിച്ചത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും. ഇരുട്ടെന്ന് പറയുന്ന അവസ്ഥ നമുക്കറിയാം. നമ്മുടെ കണ്ണൊന്ന് നല്ലവണ്ണം ഇറുക്കി അടച്ചാൽ ആ ഇരുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഇരുട്ടുള്ള അനുഭവത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. സ്വന്തമായി ഒന്നും ചെയ്യാനൊക്കത്തില്ല. മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. ഒരു ഇരുട്ടെന്ന് പറയുന്ന അനുഭവം നമുക്കറിയാം. പിശാചാണ് ഇരുട്ട്. ആ ഇരുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. എന്നാൽ വെളിച്ചമെന്ന് പറഞ്ഞാൽ സർവ്വതും കാണാവുന്നതാ. നിങ്ങൾ എന്നെ കാണുന്നത് പോലെ ലോകത്ത് നമുക്ക് സകലരും കാണാൻ കഴിയുന്നതാണ് വെളിച്ചം. എന്നാൽ ഇന്നും പലരും ആത്മീയതയിലാണെങ്കിലും വിശ്വാസത്തിലാണെങ്കിലും ഇരുട്ടിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് നമുക്കറിയാം, ഇരുട്ടിന്റെ മറവിലാണ് അനവധി പാപങ്ങൾ ഒത്തിരി നടക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇരുട്ടിനെ മാറ്റി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ദൈവം നമ്മെ എന്ത് ചെയ്യും? കൊണ്ടുവരുന്ന ഒരു കർത്താവുണ്ട്. ജീവിതത്തിൽ ഒരു വെളിച്ചം കാണുവാൻ, ഒരു വിടുതലിന് വേണ്ടി ഓടിയിട്ടും ഇതുവരെ ഒരു നന്മ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ ഈ ആഴ്ചയിൽ കൈമാറുന്നു, നമ്മുടെ ഇരുട്ടിനെ മാറ്റി വെളിച്ചം നൽകുന്ന ഒരു ദൈവമുണ്ട്. വർഷങ്ങൾ, നീണ്ട വർഷങ്ങൾ അവൻ ഗലീലയിലെ ജനങ്ങൾ രോഗത്തിലും പ്രശ്നങ്ങളിലും വിവിധമായ പ്രതിസന്ധികളിൽ അവർ ഇരുട്ടിനകത്ത് കിടക്കുകയാണ്. അതാണ് നമുക്ക് അവിടെ വായിക്കാൻ കഴിഞ്ഞത്. മത്തായി 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിച്ചത് അങ്ങനെയാണ്. ഇങ്ങനെ ജാതിയുടെ ഗലീലയും ഇരുട്ടിലിരുന്ന ജനം എന്ത് ചെയ്തു? വലിയൊരു വെളിച്ചം കണ്ടു. അവർ ഇരിക്കുന്നത് എവിടെയാ? ഇരുട്ടിന്റെ അനുഭവത്തില്ല. മരണം നിഴലിനകത്ത് അവരിയ്ക്കുകയാണ്. എന്നാൽ അവിടെ ക്രിസ്തു എടുത്ത് കാല് ചവിട്ടിയപ്പോൾ അവിടെ ഇരുട്ടുകൾ മാറി. ഭൂതസ്ഥർ വിടിവിക്കപ്പെട്ടു, രോഗികൾ സൗഖ്യമായി, ചെകിടർ വിടിവിക്കപ്പെട്ടു, മുടന്തർ മാനിനെ പോലെ തുള്ളിച്ചാടാൻ തുടങ്ങി. ഇപ്പോൾ ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ട സ്ഥലത്ത് യേശു വചനം ഉയർത്തിയപ്പോൾ, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അവിടെ ഇരുട്ടിനെ മാറി അവിടെ എന്ത് വന്നു? വലിയൊരു വെളിച്ചം കടന്നു വരാനിടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ കാലഘട്ടത്തിൽ യേശുവിന്റെ സത്യസുവിശേഷ വചനം ജനങ്ങളിൽ എത്തിച്ചേരാതിരിക്കാൻ ഈ ലോകത്തിന്റെ പ്രഭുവായ ദൈവം പിശാച് മനുഷ്യന്റെ ഹൃദയത്തെ എന്ത് ചെയ്തിരിക്കുന്നു? ഇരുട്ടാക്കി വെച്ചിരിക്കുന്നു, കുരുടാക്കി വെച്ചിരിക്കുകയാ. എന്നതുപോലെ തന്നെയാണ് ദൈവീ വിടുതലും നന്മകൾ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ശത്രു പിശാച് നാം എന്ത് ചെയ്യുന്നു? ഇരുട്ടാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ആ ഇരുട്ടിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഈ വിഷയത്തുള്ള ബന്ധം ഞാൻ പ്രസംഗിക്കുമ്പോൾ, വചനം കൈമാറുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ മുമ്പിൽ അധികം സമയമില്ലല്ലോ.
അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ഇവിടെ നാം വായിച്ചത് ദൈവത്തിന്റെ അഭിഷക്തനായിരിക്കുന്ന പത്രോസിനെ കൊന്നുകളയേണ്ടതിന് ഹേരോദാവ് അവനെ പിടിച്ചു കെട്ടി 2 ചങ്ങലയുടെ നടുവിൽ 16 പേരുടെ നടുവിൽ അവനെ ബന്ധിച്ചിട്ടിരിക്കുകയാ. എന്നാൽ കർത്താവ് തന്റെ ദൂതനയച്ച് ദൈവത്തിന് ആവശ്യമുള്ള പത്രോസിനെ ബന്ധനം അഴിച്ചെന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. അവിടെ വായിക്കുന്നു, പത്രോസ് കിടന്നുറങ്ങിയ അറയിൽ ഒരു വലിയ വെളിച്ചം എന്ത് ചെയ്തു? പ്രകാശിച്ചു. പത്രോസ് എവിടെയാണ്? മരണനിഴന്റെ അവസ്ഥയിലാണ് കിടന്നത്. തനിക്കറിയാം നാളെ നേരം വെളുക്കുമ്പോൾ താൻ മരിക്കും. എന്നാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നാം നിൽക്കുന്നത് മറ്റുള്ള കഴിവൊന്നുമല്ല, മറ്റുള്ള പ്രാർത്ഥനയാ. നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ നമ്മുടെ ആരോഗ്യമല്ല, പിന്നെയോ ആരൊക്കെയോ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ. പത്രോസിന് വേണ്ടി ഒരു സഭ എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അനന്തര ഫലത്താൽ പത്രോസിനെ ദൈവം എന്ത് ചെയ്തു? ജീവനോടെ പുറത്തു കൊണ്ടുവരാനിടയായി തീർന്നു. തന്റെ വിഷയത്തിന് വലിയ പരിഹാരം കണ്ടു. പത്രോസ് ജീവനോടെ എന്ത് ചെയ്തു? പുറത്തു വന്നു. ഇരുട്ടിൽ നിന്ന് ദൈവം അവനെ വെളിച്ചത്തിലേക്കാക്കി. അങ്ങനെങ്കിൽ പത്രോസിനെ ആദ്യ നൂറ്റാണ്ടിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നതുപോലെ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവന്നതുപോലെ, ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ, താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നതുപോലെ, പ്രിയമുള്ളവരെ, നമ്മളെ ഇരുട്ടിൽ നിന്ന് ദൈവം നമ്മെ എന്ത് ചെയ്യും? വെളിച്ചത്തിൽ കൊണ്ടുവരും. കാലങ്ങളായി നമ്മെ വിടാതെ വണ്ണം മുറുകെ പിൻപറ്റുന്ന പൈശാചിക പാരമ്പര്യ ദുർശക്തികളിൽ നിന്ന്, ഇരുളിന്റെ പോരുകളിൽ നിന്ന്, പോരാട്ടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ ജീവനോട് എന്ത് ചെയ്യും? വെളിച്ചമായി നമ്മെ പുറത്തു കൊണ്ടുവരും. അതിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വേണം. അങ്ങനെയെങ്കിൽ ആ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അന്ധകാരത്തെ, നിങ്ങളുടെ ഇരുട്ടിനെ, നിങ്ങളുടെ ഞെരുക്കത്തെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കർത്താവ് എന്താക്കി മാറ്റുക? അതൊരു വലിയൊരു വെളിച്ചമാക്കി മാറ്റും. അതേ പ്രിയമുള്ളവരെ, അന്ധകാരത്തിൽ നിന്ന്, പൈശാചികന്റെ ഇരുട്ടിൽ നിന്ന് ദൈവം നമ്മെ എവിടെ കൊണ്ടുവരും? വെളിച്ചത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. ആകയാൽ ആ വെളിച്ചം നൽകി തരുന്ന ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് മുന്നേറാം. അതെ, ഇരുട്ടിനെ വെളിച്ചമാക്കുന്ന ഒരു ദൈവം, നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച്, ആ ദൈവത്തിൽ ആശ്രയിച്ച് ഈ കാലങ്ങളിൽ നമുക്ക് മുന്നേറാം. ഈ ആഴ്ചയിൽ കേട്ട വചനം നമുക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിൽ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.